ഗോൾ കീപ്പറിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. 2023 സിറ്റി വേഴ്സസ് ഇന്റർ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ വിഷ്വലാണിത്. സിറ്റി ഗോൾ കീപ്പറുടെ കാലുകളിലാണ് പന്തുള്ളത്. ആക്ച്വലി ഗോൾ കീപ്പർ കാലിൽ പന്ത് വെച്ച് കളിക്കുമ്പോൾ ഒരു ടീമിന് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണ്? അത് ഷോ ഓഫിന് വേണ്ടിയുള്ള ഒരു ഫാൻസി ഗെയിം പ്ലേ മാത്രമല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഗോൾ കീപ്പേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓൺ ഫീൽഡിൽ 10 വേഴ്സസ് 10 ആണ് ഫുട്ബോളിൽ കളിക്കുന്നത്. ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റി പൊസഷൻ ഉണ്ടാകുന്ന സമയത്ത് 10 മാൻ സിറ്റിക്കെതിരെ 10 ഇന്റർ കളിക്കാർ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഗോൾ കീപ്പർ പൊസഷൻ ഫേസിലേക്ക് കയറി വരുന്നത് സിറ്റിക്ക് 1 മാൻ അഡ്വാൻറ്റേജ് നൽകുന്നു. ഇപ്പോൾ പാസിംഗ് കളിക്കാൻ 11 മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാരും ഡിഫെൻഡ് ചെയ്യാൻ 10 ഇന്റർ കളിക്കാരുമായി ഒരു റെഡ് കാർഡിന്റെ ഇമ്പാക്ട് പോലെ. ഇതാണ് യഥാർത്ഥത്തിൽ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ ഉണ്ടായാൽ ടീമിനുള്ള ഗുണം. തീർച്ചയായും നെഗറ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ സിറ്റി ഗോൾ കീപ്പർ ചെയ്തതുപോലെ ബോക്സിന് പുറത്തേക്ക് വന്നു നിന്ന് ഗോൾ കീപ്പർ നിൽക്കുകയാണെങ്കിൽ സ്വന്തം തെറ്റുകൊണ്ടോ ടീംമേറ്റിന്റെ തെറ്റുകൊണ്ടോ പന്ത് മിസ്സായാൽ അതൊരു ഗോൾ കൺസീഡ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വരും. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. റിസ്ക് ആണ് റിവാർഡ് തന്നതാണ്. ഏത് സമയത്ത് റിസ്ക് എടുക്കണം, ശരിയായ റിസ്ക് എടുക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത് ഗോൾ കീപ്പറുടെ കഴിവ് തന്നെയാണ്. ഇവിടെ ഗോൾ കീപ്പറുടെ ബെസ്റ്റ് പാസിംഗ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സെൻറ്റർ ബാക്കുകളിലേക്ക് പാസുകൾ നൽകാം, അല്ലെങ്കിൽ വൈഡ് ഏരിയകളിലേക്ക് ലോങ് പാസ് നൽകാം. ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം പന്ത് മിസ്സായാലും വലിയ ഡേഞ്ചർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ സ്ട്രൈക്കറിലേക്കോ അല്ലെങ്കിൽ ഡിഫൻസിന്റെ പുറകിലേക്കോ ഓടുന്ന പ്ലേയേഴ്സിലേക്കോ ലോങ് ബോൾ കൊടുക്കാം. വളരെ റിസ്കി ആയിട്ടുള്ള പക്ഷേ ഹൈലി റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു പാസിംഗ് ആണ്. ഇന്ററിന്റെ ഈ ബ്ലോക്കിനിടയിലൂടെ ഫ്രീ ആയി നിൽക്കുന്ന ഏതെങ്കിലും സിറ്റി കളിക്കാരനിലേക്ക് ഒരു ഷോർട്ട് പാസ്, ഗ്രൗണ്ട് പാസ് കൊടുക്കുക എന്നുള്ളത് അത് സക്സസ് ആയി കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആകും. അതുകൊണ്ടാണ് അത്തരം കളിക്കാരെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ മിസ്സായി കഴിഞ്ഞാൽ വലിയ ഡേഞ്ചറുമാണ്. ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിലേക്ക് പാസ് തട്ടിയിടുക എന്നുള്ളത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ചിത്രത്തിലുള്ളതുപോലെ തൊട്ടടുത്തല്ല ഡിഫൻഡർ, എന്നിരുന്നാൽ പോലും ഗോൾ കീപ്പറുടെ പാസിലുള്ള പോരായ്മകൾ കാരണമോ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ഫസ്റ്റ് ടച്ചുള്ള പോരായ്മകൾ കാരണമോ എതിർ ടീമിന് വളരെ പെട്ടെന്ന് തന്നെ ആ പന്ത് പ്രസ് ചെയ്ത് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒരു അവസരം ഉണ്ടാകും. അതൊരു ഗോൾ വഴങ്ങുന്നതിന് കാരണമാകുമെന്ന് ഉറപ്പാണ്. ഇവിടെ സെൻട്രൽ ബാക്കുകൾ ഇത്രയധികം വിട്ടു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കുറച്ചുകൂടെ വി ഷേപ്പിലായിട്ട് അവർക്ക് പൊസിഷൻ ചെയ്താൽ എന്താണ് കുഴപ്പം? അങ്ങനെ ചെയ്താൽ ഓപ്പണന്റ് സ്ട്രൈക്കറിന് ആ പാസിംഗ് ലൈൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടി എളുപ്പമാകും. എന്നാൽ ഇത്തരത്തിലുള്ള പാരലൽ പാസിംഗ് ലൈൻസ് കട്ട് ചെയ്യുക എന്നുള്ളത് സ്ട്രൈക്കേഴ്സിന് പോസിബിൾ അല്ല. അവർക്ക് പന്ത് പാസ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അഥവാ അവർ കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് കയറിയെന്ന് ഡിഫൻഡേഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ സ്പേസ് ഓപ്പൺ ആവുകയും അതിലൂടെ മിഡ്ഫീൽഡിലേക്ക് എതിർ ടീമിന് കളിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർ ചെയ്യില്ല. അത് ഇവൻച്വലി ഇവിടെ സിറ്റി ഗോൾ കീപ്പർ ഒരു ലോങ് പാസ്, ഒരു ഫ്രീ മാനെ കണ്ടെത്താൻ വേണ്ടി ചെയ്യുകയാണ്. ഇവിടെ ഒരു ടീം എന്ന രീതിയിൽ നിങ്ങൾ ഓർക്കേണ്ട വിഷയമുണ്ട്. ടീം മുഴുവൻ സ്ട്രക്ചർഡ് ആണ്. അതായത് കൂടുതൽ സ്പേസ് ഉപയോഗിക്കുന്ന പ്ലേയേഴ്സ് തമ്മിലുള്ള അകലം കൂടുതലാണ്. മാത്രമല്ല അറ്റാക്കിംഗ് ലൈനിൽ 4 പ്ലേയേഴ്സ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് പാസ് തിരിച്ച് സെക്കൻഡ് ബോൾ പിടിച്ചെടുക്കുന്നത് ഓപ്പോണന്റ് ടീമാണെങ്കിൽ അവർക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ഇതിലും നല്ല സുവർണ അവസരമില്ല. അതുകൊണ്ട് അറ്റാക്കിംഗ് ലൈനിൽ തങ്ങൾക്കുള്ള സുപ്പീരിയോറിറ്റി ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ അഥവാ പന്ത് മിസ്സായി കഴിഞ്ഞാൽ ബോൾ പൊസസറെ ഉടൻ തന്നെ കൗണ്ടർ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് 6 സെക്കൻഡ്സ് വളരെ ക്രൂഷ്യലാണ്. ആ അറ്റാക്ക്, എതിർ ടീമിന്റെ അറ്റാക്ക് ഡിലേ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഒരു ടീം എന്ന രീതിയിൽ നിങ്ങളുടെ ടാർഗറ്റ്. ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആ പ്രഷർ കൊടുക്കാൻ സാധിക്കുന്നു. പന്ത് പുറകോട്ട് കളിക്കുന്നു, ഇന്റർനെ റീബിൽഡ് ചെയ്യേണ്ടി വരുന്നു. ഇത്തരത്തിൽ ഓരോ 5 സെക്കൻഡ് വിഷ്വൽസിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു പ്ലെയർ എന്ന രീതിയിലും കോച്ച് എന്ന രീതിയിലും അനലിസ്റ്റ് എന്ന രീതിയിലും മനസ്സിലാക്കേണ്ടതായുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റ് ചെയ്യാൻ. നന്ദി.